ഹലോ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ നാളെ പിറ്റേ ദിവസം അതായത് വ്യാഴാഴ്ച അമ്മേരെ ഏച്ചീൻ്റെ മോൻ്റെ അതായത് എൻ്റെ ഏട്ടൻ്റെ കുടികൂടലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകട്ടോ. സ്ഥലം എന്ന് പറയുന്നത് കൊന്നക്കാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാട് വരെ ഞാനും ഷിറ്റുമണി അമ്മയും മാത്രം പോയി. അച്ഛനും ഗിരീഷേട്ടനും അമ്പും പിന്നെ നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസത്തെ ക്ലാസ്സും കളയണ്ടല്ലോ അമ്പൂൻ്റെ. അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാടേക്ക് ഫസ്റ്റ് കാഞ്ഞങ്ങാടേക്ക് ടി ടിക്ക് കയറി. അങ്ങനെ കാഞ്ഞങ്ങാട് എത്തി. നമ്മൾ കാഞ്ഞങ്ങാട് നിന്ന് കൊന്നക്കാട് ബസ്സിന് കയറണം കേട്ടോ. നമ്മൾ മുന്നേ താമസിച്ചത് അതായത് ഞാൻ ജനിച്ചതും ഒരു 9 വരെ പഠിച്ചതും കൊന്നക്കാടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് നിന്ന് വേറൊരു ബസ്സിന് കയറി കൊന്നക്കാട് ബസ്സിന് കയറിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് ഭീമനടി എത്തി. ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല വഴിയൊന്നും. പിന്നെ ആദ്യമായിട്ടാണ് ഷിറ്റുമണി ബസ്സിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടല്ല അതിന് മുന്നേ പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത്ര ദൂരം വന്നിട്ടില്ല. ഇത്ര ദൂരം ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കൊന്നക്കാടെത്തി റിക്ഷ ആക്കിയിട്ട് അമ്മേൻ്റെ ഏച്ചീൻ്റെ വീട്ടിലേക്ക് കേട്ടോ ആദ്യം പോകുന്നത്. ഈ കുടികൂടെ ഇല്ല വീടെന്ന് പറയുന്നത് വട്ടക്കയത്താണ്. വട്ടക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അമ്മേൻ്റെ ഏച്ചീൻ്റെ വീട്ടിലാണ് ആദ്യം പോകുന്നത്. അവിടെ എത്തുമ്പോൾ ഞാൻ അമ്മ തന്നെയാണ് അമ്മേൻ്റെ ഏച്ചീനെ വിളിക്കുന്നത്. രാധാണി അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ നല്ല ചോറും ഉണക്കും എല്ലായിടത്തും അങ്ങനെ വെക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണക്കും തക്കാളിയും മുരിങ്ങക്കോലും പിന്നെ നമ്മൾ മറ്റേ കായില്ലേ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു ഉണക്ക കറി വെക്കലുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, നല്ല മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി നന്നായിട്ട് ചോറ് വെച്ചാൽ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ എത്തുമ്പോഴത്തേക്ക് തന്നെ 2:45 ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത്, രാധാമണി അമ്മ കേട്ടോ. പിന്നെ എൻ്റെ ഒരമ്മ തന്നെയാണിത്. ഞാൻ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇടാന്ന് പറഞ്ഞാൽ രാധാമണിയമ്മയും മുത്തപ്പനും ഏട്ടനും ആണ് കേട്ടോ ഉള്ളത്. പിന്നെ അപ്പോൾ ഇവർ 3 ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ രാധാണിയമ്മയ്ക്ക് ഒരു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പുറകെ വരും. അപ്പോൾ നമ്മൾ റിക്ഷ ആക്കിയിട്ട് ഈ കുടികൂടെ എല്ലാ വീട്ടിലേക്ക് പോകട്ടോ. ഇതാണ് കൊന്നക്കാട് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊന്നക്കാട് ടൗണ് നമ്മൾ മുന്നേ നമ്മുടെ നാട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. പണ്ടത്തെ നാടല്ലോ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. മേലെയായിരുന്നു മുന്നേ റേഷൻ കട ഉണ്ടായത്. ഇപ്പോൾ താഴേക്ക് വന്നു കേട്ടോ, ബിൽഡിങ് മാറി. അപ്പോൾ നമ്മൾ പണ്ട് റേഷൻ കടയിലേക്ക് സാധനമൊക്കെ വാങ്ങിക്കാൻ വരുന്ന ഇങ്ങനെ ആലോചിച്ച് പോയിട്ട് ഒരു നിമിഷം. അപ്പോൾ പണ്ട് നമ്മൾ ഈ ഭാഗത്ത് ഈ കശുവണ്ടി തോട്ടം പാട്ടത്തിന് എടുക്കലുണ്ട് അച്ഛൻ. അങ്ങനെ നമ്മളിവിടെ കൊട്ട വെറുക്കാൻ വരലുണ്ട് ഈ ഭാഗത്ത്. ഈ സൈഡിൽ ഫുള്ള് പറങ്കിമാവ് ഉണ്ടായിന്. ഇപ്പം അത് ഫുള്ള് മുറിച്ചിട്ടുണ്ട്. ആടെ ഈടെയെല്ലാം ആയിട്ട് 1-2 പറങ്കിമാവ് ഉണ്ടെന്നല്ലാണ്ട് പിന്നെ നിറച്ചുണ്ടായതെല്ലാം മുറിച്ച് കളഞ്ഞു തോന്നും. അങ്ങനെ നമ്മൾ കുടികൂടലിൻ്റെ വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം വീടൊന്ന് കണ്ടിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീടൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വീട് കണ്ടിട്ടേ ഇല്ലല്ലോ. അങ്ങനെ വീടൊക്കെ നോക്കി. കുഞ്ഞു വീടാട്ടോ, വലിയ വീടൊന്നുമല്ല, കുഞ്ഞു വീടാണ്. പക്ഷേ എന്തിന് വലിയ വീടിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പിന്നെ ചെറിയ വീട് തന്നെയാണ് നല്ലത്. നമുക്ക് വൃത്തിയാക്കാനും നല്ല ഹാപ്പി ആയിട്ട് പോകാൻ ചെറിയ വീട് തന്നെയാണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ ചെറിയൊരു നല്ല വീടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, എല്ലാം നല്ല വീട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണവും കഴിച്ച് നേരെ രാധാമണിയമ്മയുടെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ രാധാമണിയമ്മയുടെ സൽപുത്രൻ ഹരിന്നാട്ടോ ശരിക്കും പേര്. നമ്മൾ കുട്ടാപ്പിച്ചേട്ടാന്ന് വിളിക്കും, അല്ലേ കുട്ടാപ്പിച്ചേട്ട. അപ്പോൾ കുട്ടാപ്പിച്ചേട്ടന് വീഡിയോയിൽ വരാൻ ഭയങ്കര നാണക്കേടായിരുന്നു. അപ്പോൾ ഓൻ പറഞ്ഞു മതി ഞാൻ പോലായി, എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഓൻ പോലായി കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഈ അമ്മേനെ എടുത്തിട്ട് തികയുന്നില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ്. എനിക്ക് ഞങ്ങളുടെ കഷ്ടപ്പാടിലും ഞങ്ങളുടെ എല്ലാത്തിലും കൂടെ ഉണ്ടായൊരു വ്യക്തിയായിട്ടോ ഇത്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും മറക്കാൻ പറ്റൂല. ഇത് സൂര്യ, ഇതെൻ്റെ അമ്മാവൻ്റെ മോളാണ് കേട്ടോ. അതായത് അമ്മയുടെ ആങ്ങളയുടെ മോളാണ്. അപ്പോൾ ഇവക്കൊരു ഏട്ടനും കൂടി ഉണ്ട്. ഓൻ ഇവിടെ ഇല്ല, പുറത്ത് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും നല്ല കമ്പനിയാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറച്ച് സമയം വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഇത് അവിടുത്തെ പട്ടിയാട്ടോ, അവൻ്റെ പേര് അപ്പു എന്നാണ്. നല്ല അനുസരണയുള്ള പട്ടിയാട്ടോ. രാധാമണിയമ്മയ്ക്ക് പൂച്ച പട്ടി ഇതൊക്കെ പ്രാന്താണ്. അപ്പോൾ അവിടെ ഒരു 5-6 പൂച്ച ഉണ്ടായിരുന്നു, ഈ ഒരു പട്ടി ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വീട്ടിലൊരു അംഗത്തിനെ പോലെ തന്നെയാണ് ഇവർ കാണുന്നത്. അപ്പൂ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഓടി വന്നു കണ്ടോ.
ഇനി നമ്മൾ മേലെ പോയി, മേലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മേലെ പോയിരുന്നിട്ട് കുറച്ച് സമയം വർത്താനം പറഞ്ഞു. പിന്നെ നമ്മൾ രാവിലെ നമ്മളൊരു 5 മണിക്ക് എണീക്കാമെന്ന് വിചാരിച്ചിട്ട് ലേറ്റായി പോയി. ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഞാനും ഉറങ്ങിപ്പോയി, അവരെല്ലാവരും ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ അമ്മയൊക്കെ റെഡിയായിരുന്നു ഞാൻ താഴേക്ക് വരുമ്പോഴത്തേക്ക്. പിന്നെ വേഗം നമ്മൾ കുളിച്ച് റെഡിയായി. വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ. അങ്ങനെ വേഗം കുളിച്ച് റെഡിയായി. പക്ഷേ വീടിൻ്റെ മേൽഭാഗം ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി ഒക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇന്നലെ നമ്മൾ കിടന്നതാട്ടോ ഇവിടെ. അതുകൊണ്ട് ബെഡൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് മേലെ 2 റൂമാണുള്ളത് കേട്ടോ. 2 റൂമും ഒരു ഹോളും ഒരു സിറ്റ് ഔട്ട് പോലെ, ഒരു പുറത്തേക്ക് ഒരു ബാൽക്കണി പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ അപ്പം ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഡോറും പൂട്ടി രാവിലെ പോവുകയാണല്ലോ കൂടിയുടെ വീട്ടിലേക്ക്. അപ്പോൾ രാവിലെ നമ്മളൊന്നും ചായയൊന്നും കുടിച്ചില്ല കേട്ടോ. കാരണം നല്ലോണം രാവിലെ ആയിരുന്നു, ഒരു 7 മണിയായപ്പോൾ ആ സമയത്ത് ചായ കുടിക്കാൻ പറ്റുന്നില്ല. വെറും ചായ വെച്ച് കുടിച്ചു, ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ഫുഡൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ അപ്പുവിൻ്റെ ഈ കളി കണ്ടിട്ടാകുമ്പോൾ ഞാൻ അറിയാതെ വീഡിയോ എടുത്തു പോയി. കാരണം എന്താ വെച്ചാൽ എന്ത് പാവെന്നറിയും. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവൻ വന്നു. അവന് വേണ്ട ഒരു കേക്കുണ്ട് കേട്ടോ, ഒരു ഉണ്ട കേക്കുണ്ട്. ആ കേക്ക് പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ രാധാമണി ഈ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഉള്ളിലേക്ക് വിളിക്കുന്നതാണ്. അപ്പം തന്നെ വന്നു ഉള്ളിലേക്ക്. പിന്നെ ഈ കേക്ക് എടുത്ത് കൊടുക്കുന്നവരെ എന്തൊരു ക്ഷമയോടെ എന്നറിയാം നിൽക്കുന്നത്. അങ്ങനെ രാധാമണിയമ്മ അപ്പുനെ വിളിച്ച് അപ്പുന് കേക്ക് കൊടുക്കുവാണ്. അപ്പോൾ അവന് കൊടുത്ത കേക്ക് അവൻ ഇവിടുന്ന് വീടിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കില്ലെന്നാണ് പറയുന്നത്. അത് പുറത്ത് കൊണ്ടുവച്ചിട്ട് എന്ത് ഫുഡ് കൊടുത്താലും പുറത്ത് കൊണ്ടുവച്ചിട്ട് കഴിക്കും അത്രേ. ആ പുറത്തുനിന്ന് കണ്ടോ, പുറത്ത് പോയി കഴിക്കുന്നുണ്ടോ? നല്ല അനുസരണയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ കേക്കിൻ്റെ പകുതി കൊടുത്താൽ അവൻ മറ്റേ പകുതിക്ക് വേണ്ടിയിട്ട് പിന്നെ ഉള്ളിലേക്ക് വരുന്നതാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെയാട്ടെ പണ്ട് എൻ്റെ അമ്മ ജനിച്ചതും വളർന്നു. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട് കാണുന്നില്ലേ, ഇതൊക്കെ എൻ്റെ അമ്മയുടെ സ്ഥലം കൊടുത്തതാട്ടോ. നമ്മുടെ സ്ഥലമായിരുന്നു ഈ ഒരു ഏരിയ ഫുള്ള് നമ്മുടെ സ്ഥലമായിരുന്നു. അതായത് അമ്മയും അമ്മയുടെ ആങ്ങളമാരും ഏട്ടിമാരും എല്ലാവരും ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ ആരും അവിടെ ഇല്ല, ഇവർ മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും വിറ്റിട്ട് വേറെ പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ തറവാട് വീട് എന്ന് പറയുന്നത് ഇതാണ്. അതായത് എൻ്റെ അമ്മ ജനിച്ച് വളർന്ന വീട്. പക്ഷെ കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇവർ വീട് വിറ്റ് പൊങ്ങഞ്ചാലേക്ക് പോയത്. ലാസ്റ്റ് അവിടെ സൂര്യ ചേച്ചിയും മാമനും അമ്മായിയും സുശാന്തേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. നമ്മൾ വെക്കേഷന് നിൽക്കാൻ വരുന്നതും എല്ലാം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഓർമ്മയാണ് ആ സ്റ്റെപ്പും ആ കണ്ട ആ പടിയൊക്കെ ഒരു ഓർമ്മയാണ്. നമ്മളിവിടെ നിൽക്കാൻ വരലുണ്ട് അമ്മയായിട്ട്. അപ്പോൾ അവിടെ ഒരു മൂവാണ്ടമാവൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളവിടെ കളിക്കും. പിന്നെ ചെറുപ്പത്തിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് നമ്മുടെ നാട് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണല്ലോ. അങ്ങനെ നമ്മൾ വണ്ടി നോക്കിയിട്ട് ഒറ്റ വണ്ടി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നടക്കുക കേട്ടോ, റോഡ് മേലെ നടക്കാമെന്ന്. അപ്പോഴാണ് ഈ ഒരു പൂവ് കണ്ടത്. അത് പണ്ട് ഒരു നോസ്റ്റാൾജിക് ഫീൽ തരുന്ന പൂവാണ് കേട്ടോ. പണ്ട് നമ്മളതിനെ ഒരു പശുവൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ ഒരു റിക്ഷ കിട്ടി. പിന്നെ അങ്ങനെ നമ്മൾ റിക്ഷയിൽ നേരെ വട്ടക്കയം വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എന്നാലും ഒരുവിധം ആൾക്കാരുണ്ടായിരുന്നു. ഇത് രാവിലെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടുകാർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക്, അതായത് ഇങ്ങോട്ട് ഈ പൊയിനാച്ചി ഈ ഒരു ചുറ്റുവട്ടത്ത് ഈ ചടങ്ങുകൾ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളെ ചടങ്ങുകൾ ഇവരെ എന്നല്ല, നമ്മുടെ ഇങ്ങോട്ട് ഗീഷറിൻ്റെയൊക്കെ ഇങ്ങോട്ട് ചടങ്ങ് വ്യത്യാസമുണ്ട് ഇങ്ങനെ. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ ഫോട്ടോയും അങ്ങനെ കുറേ സാധനങ്ങൾ പിടിച്ചിട്ട് ഇങ്ങനെ വീടിന് ചുറ്റും വലം വെക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫോട്ടോയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് രണ്ട് രീതികളാണ് നമ്മുടെ ചിട്ടയായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ വീടിന് ചുറ്റും ഒരു 3 പ്രാവശ്യം വലം വെക്കുന്ന ആ ഒരു ചടങ്ങുണ്ട്. പക്ഷേ കയ്യുമ്പോൾ കുറേ സാധനം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇങ്ങോട്ടെല്ലാം ഇച്ചാലിൽ കുട്ടികളെ കടത്തലുണ്ട് വീട് കൂടിയാവുന്ന സമയത്ത്, പെൺകുട്ടികളെ. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ചടങ്ങൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ കൂടി ആ സമയത്ത് കൂടലൊക്കെ കഴിഞ്ഞു. നമ്മൾ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് മുമ്പിൽ നിറച്ചു കൈതത്തോട്ടമാണ്. കൈത എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതുണ്ടല്ലോ പൈനാപ്പിളിൻ്റെ തോട്ടമാണ് കേട്ടോ മുൻവശത്ത് മുഴുവനും. അതിന് ഇവിടെ എന്ന് പറയുമ്പോൾ 2 റൂമുണ്ട്. 2 റൂമും സ്റ്റെയറും ഒരു കോമൺ ബാത്റൂമും ഒരു ഹോളും ഒരു വർക്ക് ഏരിയ ഇല്ല കേട്ടോ, ഒരു അടുക്കളയും ഒരു സിറ്റ് ഔട്ടും, ഇത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ പരിചയപ്പെട്ടിട്ട്. ഇവരെ മുന്നേ അറിയും, ഇവരെ കുഞ്ഞു കുട്ടികളായപ്പോൾ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ എല്ലാവരും ഓരോരോ ജോലി തിരക്കായിരുന്നു. പിന്നെ കുറച്ച് വരുന്നവർക്ക് പ്രസാദവും പാലും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ പാല് കാച്ചുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ ഷിറ്റുവിനെ ഞാൻ ചേച്ചിച്ചിട്ട് മോളെടുത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് സമയങ്ങളിൽ അടങ്ങിയിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ ഗൃഹനാഥൻ എന്ന് പറയുന്നത്. എൻ്റെ ആശേട്ടൻ ചേട്ടൻ്റെ വീടിൻ്റെ കുടികൂടലാട്ടോ ഇത്. ചേട്ടനിങ്ങനെ പണിയൊക്കെ തീർത്ത് ക്ഷീണിച്ച് ഒന്ന് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് പോകുന്നത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വട്ടക്കയത്തും നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു പണ്ട്, അതൊക്കെ വിറ്റു കേട്ടോ. അവിടെയൊക്കെ വീട് വന്നു. എല്ലായിടത്തും നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല സ്ഥലങ്ങളൊന്നും, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പണ്ട് മുതലേ ഞാൻ അച്ഛമ്മേരെ കൂടെ വട്ടക്കായം കാവെന്ന് പറഞ്ഞിട്ടൊരു കാവുണ്ട്. ആ കാവിൽ നമ്മൾ വിളക്ക് വെക്കാൻ പോകലുണ്ട്. ചെറുതായിരിക്കുമ്പോൾ അച്ഛമ്മ എപ്പോഴും വൈകുന്നേരം വെള്ളിയാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം കാവിൽ വിളക്ക് വെക്കാൻ പോകലുണ്ട്. അപ്പം നമ്മൾ എണ്ണയും ചന്ദനത്തിരിയൊക്കെ ആയിട്ട് കാവിൽ വിളക്ക് വെക്കാൻ പോകും. അപ്പോൾ ഈ മതിലൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ഇങ്ങനെ ഇത്ര നവീകരിച്ചിട്ടൊന്നുമില്ല. ചെറിയൊരു ആ കാവിൻ്റെ നടുക്കുള്ള ആ ഒരു അമ്പലം പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചുറ്റുമതിലൊക്കെ ആയിട്ടോ ഒരുപാട് വ്യത്യാസം വന്നു. പിന്നെ അന്നേരം ഇങ്ങനെ കലശം കഴിക്കാറുണ്ട്, പക്ഷെ തെയ്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തെയ്യമായിട്ടൊക്കെ നടത്തുന്നുണ്ടെന്നാണ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അടുത്ത് തെയ്യം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കൊരു ഓർമ്മ പുതുക്കലുമായി. പിന്നെ എനിക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ. പക്ഷെ നമുക്ക് അപ്പോൾ തോന്നും പഴയ കാലമായിരുന്നു നല്ലതെന്ന്. ഇവിടെയൊക്കെ വിട്ട് പോയതിൽ ഭയങ്കര സങ്കടം തോന്നിപ്പോൾ. അങ്ങനെ ഒന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ചു കേട്ടോ. ഒരുപാട് നാളായില്ലേ കാണാതെ. അപ്പോൾ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടുന്ന് വന്നു കേട്ടോ. അച്ഛമ്മയുള്ള കാലത്ത് കാവിൽ വിളക്ക് വെക്കാൻ വരുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മൾ ചെറുപ്പം മൊത്തം ഇവിടെ ഈ നാട്ടിലാണ് കേട്ടോ. എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ബാല്യകാലം എന്ന് പറയില്ല, അതെല്ലാം ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ആങ്ങളെ കേട്ടോ, ഏറ്റവും മൂത്ത ആങ്ങളെയാണ്. അപ്പം നമ്മളിങ്ങനെ മാമനെ കളിയാക്കുകയാണ്. ആങ്ങളുടെ പേര് പറയും. ഇപ്പം എൻ്റെ അടുത്ത് ഏറെ കൊടുക്കുന്ന ആളേക്ക് ഉണ്ണി. ആ ഉണ്ണിക്കുട്ടാ. കൃഷ്ണൻ നായർ അല്ലേ? എല്ലാരും നോക്കുന്നത് രാത്രി നിങ്ങൾ മേച്ചാക്കിയതാ. അപ്പോഴാണ് അച്ഛൻ്റെ കോമഡി. അച്ഛൻ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം അച്ഛൻ രാത്രിക്ക് ടാപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 10 മണിയായപ്പോൾ തന്നെ എന്തോ മെസ്സേജ് വന്നപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അച്ഛൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ടാപ്പിങ്ങിന് പോയി പോലും. എന്നിട്ടാകുമ്പോൾ 10 മണിക്ക് പോയിട്ട് മടങ്ങി വന്നു പോലും. ഇങ്ങനെ ആടെ എത്തിയിട്ട് നമ്മളെ സമയം നോക്കുന്നത്. അപ്പോൾ അച്ഛൻ ആ കഥ വന്ന് പറയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് എൻ്റെ അമ്മായിട്ടോ, അതായത് സൂര്യയുടെ അമ്മ. പിന്നെ അമ്മയുടെ ഒരു ഗീത എന്നാണ് കേട്ടോ. പിന്നെ ബേക്കിൽ നിൽക്കുന്നത് എൻ്റെ മൂത്തമ്മ, അതായത് അമ്മേരെ ഏച്ചിയാണ് കേട്ടോ. അമ്മേരെ ഏച്ചി അതായത് ഈ വീടിൻ്റെ ഓണർ, അതായത് ഈ വീടിൻ്റെ പിന്നെ രാശേട്ടൻ്റെ അമ്മ. അവർക്ക് 3 മക്കളാട്ടോ. രാശേട്ടനും ജയചേച്ചിയും ചേച്ചിയും ശ്രീജ ചേച്ചി കേട്ടോ. അപ്പം അവർക്ക് 3 മക്കളാണ് ഉള്ളത്. അവർ 3 ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഗിരീഷേട്ടനും അമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗിരീഷേട്ടനും അമ്പും അച്ഛനും ഒരുമിച്ചാട്ടോ വന്നത്. പിന്നെ അപ്പോൾ ഇവർ രണ്ടാളും ഇവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പാഞ്ഞ് കളിക്കലുണ്ട്. ഇന്നിപ്പോൾ എന്ത് തോന്നിയുണ്ട്, എല്ലാവരും നല്ല അടങ്ങിയിരിപ്പുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോഴാട്ടോ എല്ലാവരും കാണാൻ പറ്റുന്നത്. അതൊരു സന്തോഷം തന്നെ, എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്കെല്ലാം വന്നെങ്കിലേ കാണലുണ്ടാവും. ഇതാണ് നേരത്തെ കണ്ട ഉണ്ണിമാമൻ്റെ ഭാര്യ ശ്യാമള എന്നാട്ടോ അമ്മായിയുടെ പേര്. പിന്നെ നമ്മൾ പിള്ളേർക്കൊക്കെ ആദ്യം ചോറ് കൊടുത്തു. പിന്നെ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയും പിന്നെ ഐസ്ക്രീമും ആയിരുന്നു. പായസം ഉണ്ടായിരുന്നില്ല കേട്ടോ. പായസത്തിന് പകരം ഐസ്ക്രീം ആക്കി, ചൂടല്ലേ. അപ്പോൾ ഇതാണ് രാശേട്ടൻ്റെ ഒരു പെങ്ങൾ, ശ്രീ ചേച്ചി എന്ന് പറഞ്ഞല്ലോ ഞാൻ. ശ്രീ ചേച്ചിയുടെ അമ്മയാട്ടോ, അമ്മായിയമ്മ ഏട്ടത്തിയമ്മയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ബാക്കിയുള്ള ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ നമ്മളൊരു അവിടെ 2:30 ഒക്കെ ആയപ്പോൾ വിട്ടു. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.